ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് നമ്മുടെ വീഡിയോ ആണ്. അപ്പം അതായത് ഇതിൽ നമ്മൾ ഈ വീഡിയോ സീരീസ് നമ്മൾ പറയാൻ പോകുന്നത് Node.js എന്ന് പറഞ്ഞ ലാംഗ്വേജിനെ കുറിച്ചാണ്. അതൊരു ബാക്ക് എൻഡ് ലാംഗ്വേജ് ആണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് നമ്മളിൽ നോക്കാൻ പോകുന്നത്. അപ്പം നമ്മുടെ ഈ സീരീസിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു പ്രോഗ്രാമർ അല്ലാത്ത ഒരാൾക്ക് എങ്ങനെ ലാംഗ്വേജ് പഠിക്കാം, അതായത് ആ ഒരു ലെവലിൽ നിന്നുകൊണ്ടായിരിക്കും നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ അതിനാദ്യമായിട്ട് നമുക്ക് വേണ്ട നല്ലൊരു സിസ്റ്റം വേണം. രണ്ടാമതായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ നോഡിൻ്റെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. നോഡിൻ്റെ വേർഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യണം. Node.js എന്ന് പറഞ്ഞാൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് വരുന്നത് Node.jsൻ്റെ സൈറ്റ് തന്നെയാണ്. ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് Node.js എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. ഈ ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സിസ്റ്റത്തിന് വേണ്ട 32 ബിറ്റാണോ 64 ബിറ്റാണോ നോക്കിയിട്ട് നമ്മുടെ സിസ്റ്റത്തിന് വേണ്ട Node.jsൻ്റെ ഫയൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാളേഷൻ്റെ പ്രൊസീജിയേഴ്സ് പോയി കഴിഞ്ഞാൽ നമ്മുടെ Node.js ഇൻസ്റ്റാൾ ആവും. ഈ Node.js ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ Node.js ഇൻസ്റ്റാൾ ആയോ എന്നറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെർമിനൽ ഓപ്പൺ ചെയ്യുക. നമ്മുടെ സിസ്റ്റത്തിന് ടെർമിനൽ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ Node-v കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും നമ്മൾ ടെർമിനൽ Node.js ഓൾറെഡി ഇൻസ്റ്റാൾ ആണോ എന്നുള്ള കാര്യം. ഇവിടെ നോക്കി കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ 23.4.0 എന്ന് പറഞ്ഞ വേർഷനാണ് ഇൻസ്റ്റാൾ ആയിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ വേർഷൻ മേ ബി ഡിഫറെൻറ്റ്, കാരണം എൻ്റെ വേർഷൻ ഇതാണ്, അതുകൊണ്ടാണ് 23.4.0 എന്ന് കാണിക്കുന്നത്. കൂടുതൽ നമ്മൾ നോഡ് ഇൻസ്റ്റാൾ ചെയ്യുന്ന കൂടെ തന്നെ നമുക്ക് NPM, അതായത് നോഡ് പാക്കേജ് മാനേജർ എന്ന് പറയുന്ന ഒരു പാക്കേജും കൂടെ നമുക്ക് ഡൗൺലോഡ് ആവും. അതായത് അതിൻ്റെ വേർഷൻ നമ്മൾ ചെക്ക് ചെയ്യണമെങ്കിൽ NPM വേർഷൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോഡിൻ്റെ NPMൻ്റെ വേർഷൻ കാണാൻ പറ്റും. അതായത് ഈ NPM എന്താണെന്ന് നിങ്ങൾക്ക് ആദ്യം പറഞ്ഞു തരാം. NPM എന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെ നോഡിന് വേണ്ട ഡയറക്ടറീസ്, അതായത് നമ്മുടെ പാക്കേജുകളെല്ലാം സ്റ്റോർ ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ ഡയറക്ടറി സ്റ്റോറേജ് ചെയ്തിരിക്കുന്ന ഒരു സൈറ്റ് അല്ലെങ്കിൽ ഒരു പാക്കേജ് മാനേജറാണ്. നോഡിന് വേണ്ട എല്ലാ പാക്കേജസും NPM വെച്ചിട്ടാണ് നമ്മൾ മാനേജ് ചെയ്യുന്നത്. അപ്പം നമ്മൾ NPM എന്ന് പറഞ്ഞ സാധനം നമ്മൾ ഇനി മുമ്പോട്ട് കാണും. ഇനി വരുന്ന വീഡിയോസിൽ നമ്മൾ NPM വെച്ചിട്ട് കുറേ കാര്യങ്ങൾ കാണും. അപ്പം ഞാൻ ആദ്യം ചെയ്തത് നോഡിൻ്റെ പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്തു. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞ നോഡ് മാത്രമല്ല, കൂടുതൽ NPM വരും. നിങ്ങൾ NPM സെപ്പറേറ്റ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അടുത്തായിട്ടുള്ള വിഷ്വൽ സ്റ്റുഡിയോ കോഡാണ്. നമുക്ക് കോഡ് ചെയ്യാൻ വേണ്ട പ്ലാറ്റ്ഫോമുകൾ ഇൻസ്റ്റാൾ ചെയ്യണം. അതിന് വിഷ്വൽ സ്റ്റുഡിയോ കോഡിൻ്റെ സൈറ്റിൽ പോവുക. ഇവിടെ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇപ്പം എൻ്റെ മാക്കിരിക്കുന്നതാണ് മാക്ക് വേഴ്സ് കാണിക്കുന്നത്. ഇപ്പം നിങ്ങളുടെ വിൻഡോസ് ആവും, വിൻഡോസിനകത്ത് അല്ലെങ്കിൽ വിൻഡോസ് ആണെങ്കിൽ വിൻഡോസിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കും. 34 ബിറ്റും 64 ബിറ്റും കാണിക്കും ഇവിടെ. അപ്പം നേരെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കയ്യിൽ ഈ ഒരു വിൻഡോ, അതായത് നമ്മുടെ VS കോഡിൻ്റെ വിൻഡോ ഓപ്പൺ ചെയ്യുക. അതിന് VS കോഡിൻ്റെ വിൻഡോ ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം വന്നോളും. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഡെസ്ക്ടോപ്പിൽ പോയിട്ട് ഞാനൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ പോവാം. ഞാൻ പ്രോഗ്രാം തുടങ്ങാൻ പോവാണ്. അപ്പം പ്രോഗ്രാമിംഗ് തുടങ്ങാൻ പോകുന്നതിന് മുമ്പായിട്ട് ബേസിക് ലെവലാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി. അപ്പോൾ ഞാൻ ആദ്യമായിട്ടൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുവാണ്. ഫോൾഡർ ഞാനൊരു പ്രൊജക്റ്റിലൂടെയാണ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു Node.js എന്നാന്നുള്ള കാര്യം. അപ്പം നിങ്ങൾക്കൊരു പ്രൊജക്റ്റും ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു പ്രൊജക്റ്റിനകത്ത് നമ്മളെല്ലാം കവർ ചെയ്തായിരിക്കും പോവുക. അപ്പം ഞാനൊരു കാർട്ട് എന്ന് പറഞ്ഞൊരു മൊബൈൽ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു e-commerce സൈറ്റാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. കാർട്ട് എന്നാണ് ഞാൻ പേര് കൊടുത്ത് നിങ്ങൾക്ക് വേണ്ടി ഇഷ്ടമുള്ള കൊടുക്കാം. അപ്പം ഞാൻ കാർട്ട് എന്ന് പറയുന്ന ഈ ഒരു ഫോൾഡർ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ട് എൻ്റെ ഡെസ്ക്ടോപ്പിലാണ് ഞാൻ ഇവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അത് ഞാൻ ചെയ്യുന്നത് VS കോഡ് ഓപ്പൺ ചെയ്തു. VS കോഡ് ഓപ്പൺ ചെയ്തിട്ട് എൻ്റെ കയ്യിൽ പുതിയതായിട്ട് വരുന്ന ഒരാളെ സംബന്ധിച്ച് ഈ ഒരു വിൻഡോ ആയിരിക്കും വരിക. ഇതിനകത്ത് ഓപ്പൺ എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. ഇപ്പം നിങ്ങൾക്ക് പല മെത്തേഡിൽ ഓപ്പൺ ചെയ്യാം. ഇപ്പം നമ്മുടെ ടെർമിനലിനകത്ത് കോഡ് ഡോട്ട് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഓപ്പൺ ചെയ്യാം നമ്മുടെ പാത്ത് വഴി. പക്ഷേ ഞാനത് ഇത്രയും പോകുന്നില്ല. ഞാൻ എൻട്രി ലെവലിനകത്ത് ഇത് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ നിന്ന് ഓപ്പൺ കൊടുത്തു. അപ്പം ഓപ്പൺ കൊടുത്തപ്പോൾ എനിക്ക് ഏതിൽ നിന്നാണ് പഠിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഞാൻ ഡെസ്ക്ടോപ്പിൽ പോയി ഡെസ്ക്ടോപ്പ് ഫോൾഡർ സെലക്ട് ചെയ്ത് എൻ്റെ കാർട്ട് എന്ന് പറയുന്ന ഈ ഫോൾഡർ സെലക്ട് ചെയ്തു. അപ്പോൾ ഓപ്പൺ കൊടുത്തപ്പോഴത്തേക്ക് കാർട്ട് എന്ന് പറയുന്നുണ്ട് ഇവിടെ കാണാൻ പറ്റും. എൻ്റെ ഈ മൗസ് പോയിന്റർ നിൽക്കുന്നുണ്ട്. കാർട്ട് എന്ന് പറഞ്ഞ ഫോൾഡർ എന്നാണ് ഓപ്പൺ ആയിരിക്കുന്നത്. അപ്പോൾ കാർട്ട് എന്ന് പറഞ്ഞ ഫോൾഡർ എംപ്റ്റി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ എക്സ്പ്ലോററിനകത്ത് വേറെ ഒന്നും കാണിക്കില്ല. അപ്പം ഈ എക്സ്പ്ലോറർ ഫുൾ എംപ്റ്റി ആയിരിക്കും. ഇനി അടുത്ത് നമുക്ക് ചെയ്യാവുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തായിരുന്നു, നോഡ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തായിരുന്നു. രണ്ടാമത് നമ്മൾ നമ്മുടെ NPM ഇൻസ്റ്റാൾ ചെയ്തായിരുന്നു. നമ്മൾ ടെർമിനലിനകത്ത് ഇവിടെ നമുക്ക് ടെർമിനൽ ഓപ്പൺ ചെയ്യും. ഞാൻ ന്യൂ ടെർമിനൽ എടുത്തു. ഞാൻ ഇവിടെ നമ്മുടെ നോഡ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. നമ്മൾ അവിടെ ടെർമിനൽ ചെക്ക് ചെയ്ത് നമ്മുടെ VS കോഡിനകത്തുള്ള ടെർമിനകത്ത് നോഡ് ഉണ്ടോ എന്നുള്ളത് ഞാൻ ചെക്ക് ചെയ്യുക. കാരണം ഞാനത് എടുത്ത് പറയാൻ കാരണം വെച്ചാൽ ഞാൻ ചില കേസുകൾ കണ്ടിട്ടുണ്ട്. നമ്മൾ നോഡിൻ്റെ സാധനം നമ്മുടെ വേറെ ഡ്രൈവിൽ കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഇവിടെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. അത് നോഡ് ഈസ് എ കമാൻഡ്, അതായത് കമാൻഡ് അല്ല എന്നുള്ള രീതിയിൽ നോഡിൻ്റെ കാര്യം പറയുന്നത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയാൻ കാരണം നമ്മുടെ പ്രോഗ്രാമിൽ നമ്മുടെ ഡ്രൈവും കൂടെ സ്പെസിഫിക് ആയിരിക്കും നോഡിൻ്റെ കാര്യത്തിൽ. ചില കേസുകളിൽ മാത്രം ഇത് നമ്മുടെ വിൻഡോസ് ഡിഫൻഡറായിട്ട് കിടക്കുന്ന കേസിൽ ചെറിയ ഇഷ്യൂസ് ഉണ്ട്. അത് ഞാൻ പറഞ്ഞു പോവാം. ഞാൻ ആദ്യം ചെയ്തു. ഇനി അടുത്ത് ഞാൻ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് നമ്മുടെ ഈ ഒരു പ്രൊജക്റ്റിന് വേണ്ട ആദ്യത്തെ ഫയൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്.
അതിന് മുമ്പായിട്ട് എനിക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഇത് നോഡിൻ്റെ പ്രൊജക്റ്റാണ്. ഇപ്പോൾ ഒരു കാരണവശാലും എനിക്കറിയില്ല. ഞാൻ വെറുതെ ഒരു പ്രൊജക്റ്റ് ഒരു ഫോൾഡർ മാത്രമേ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം ഈ പ്രൊജക്റ്റിനെ ഇനീഷ്യലൈസ് ചെയ്യണം. അതിന് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കമാൻഡാണ് npm init. അത് npm എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, നോഡ് പാക്കേജ് മാനേജറാണ്. അപ്പം npm വെച്ചിട്ട് ഞാൻ ഈ പ്രൊജക്റ്റിനെ ഇനീഷ്യലൈസ് ചെയ്യുവാണ്. ഞാൻ എൻ്റർ കൊടുത്തപ്പം ഒന്നും വന്നില്ല. നേരെ വന്നു, ഒരു ഹെൽപ്പ് മെനു വന്നു, പിന്നെ ഇൻസ്റ്റാൾ പാക്കേജസ് വന്നു, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, പ്ലസ് ടു എക്സിസ്റ്റൻറ്റ് കിറ്റ്. പാക്കേജ് നെയിം എന്താണെന്ന് ചോദിച്ചു. ഞാൻ ഓൾറെഡി എൻ്റെ ഫോൾഡറിൻ്റെ പേര് അവിടെ ഡിഫോൾട്ട് ഇടുകൊണ്ട് ഈ കാർട്ടിൽ വന്നിട്ടുണ്ട്. വേർഷൻ 1.0.1 ആണ്. ഞാനിവിടെ എൻ്റർ മാത്രമേ ചെയ്യുന്നുള്ളൂ, വേറെ ഒന്നും ചെയ്യുന്നില്ല. എൻ്റർ പ്രസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. റിട്ടേൺ മാത്രമേ ഞാൻ പ്രസ് ചെയ്യുന്നുള്ളൂ. ഡിസ്ക്രിപ്ഷൻ ചോദിച്ചു. ഡിസ്ക്രിപ്ഷൻ ഞാൻ ഒന്നും കൊടുക്കുന്നില്ല. എൻട്രി പോയിന്റ് index.js അതൊക്കെ തന്നെ വന്നാണ്, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ടെസ്റ്റ് കമാൻഡ് ഒന്നുമില്ല. ഞാൻ ഗിറ്റ് റെപ്പോസിറ്ററി ഒന്നും പറയുന്നില്ല. കീവേഡ്സ് ഒന്നുമില്ല. ഓതർ നിങ്ങളുടെ പേര് കൊടുക്കാം, കാരണം ഈ പ്രൊജക്റ്റ് നിങ്ങളുടെ പേരിൽ അറിയപ്പെടണമല്ലോ. ഞാൻ കൊടുത്തു. ലൈസൻസ് ISC ഓൾറെഡി സെലക്റ്റഡ് ആണ്. ഞാൻ എൻ്റർ കൊടുത്തപ്പോൾ ഇതെല്ലാം കറക്റ്റാണെന്ന് ചോദിച്ചു. ഈ കാർട്ടാണ്, വേർഷൻ 1.0 ആണ്, ഈ കാര്യങ്ങളെല്ലാം ഓക്കെ ആണെന്ന് ചോദിച്ചു. ഞാൻ നെക്സ്റ്റ് കൊടുത്തു. എൻ്റർ അടിച്ചപ്പോഴത്തേക്കും കഴിഞ്ഞു. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, നമ്മുടെ എക്സ്പ്ലോറിനകത്ത് package.js എന്ന് പറഞ്ഞ് നമ്മൾ പറയാത്തൊരു ഫോൾഡർ തന്നെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഫോൾഡറിലെ ഒരു ഫയൽ. ഈ ഫയലിനകത്ത് നമ്മൾ കൊടുത്ത ആ ഡീറ്റെയിൽസ് മാത്രമേ വന്നിട്ടുള്ളൂ. നമ്മളവിടെ ആ എൻ്റർ അടിച്ച് കൊടുത്ത ഡീറ്റെയിൽസ് ഈ കാർട്ടാണ്, വേർഷൻ എന്താണ്, മെയിൻ എന്താണ്, ഓതറിൻ്റെ പേര്, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പറയാതെ തന്നെ ക്രിയേറ്റ് ആയി. അതായത് ഒരു പ്രൊജക്റ്റ് ഇനിഷ്യലൈസ് ആയപ്പോൾ തന്നെ ക്രിയേറ്റ് ആയി. ഇനി അടുത്തതായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇതിനകത്തൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഫയലിൻ്റെ പേരാണ് index.js. നമ്മുടെ ഇതിനകത്തുള്ള എല്ലാ ഫയലുകളും .js വെച്ചാണ് വരുന്നത്. അത് ജാവാസ്ക്രിപ്റ്റിൻ്റെ എക്സ്റ്റൻഷൻ വെച്ചാണ് എല്ലാ ഫയലും വരുന്നത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടൊരു ഫയൽ ക്രിയേറ്റ് അത് ഞാൻ ഇനിഷ്യലൈസ് ചെയ്തു. അത് ഞാനിപ്പോൾ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തു. index.js എന്നാണ് പേര് കൊടുത്തു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. app.js എന്നോ entry.js എന്നോ myfirstapp.js എന്നോ നിങ്ങളുടെ പേര് എന്തുവേണം കൊടുക്കാം. അപ്പം അത് പ്രശ്നമില്ല. പക്ഷെ അത് ഞാനിപ്പോൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രൊസീജിയർ പറഞ്ഞു തരുന്നതാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ ഒരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യാനുള്ള വാർ എക്സ്പ്രസ് എന്ന് പറഞ്ഞൊരു വേരിയബിളാണ്. എക്സ്പ്രസ് എന്ന് പറഞ്ഞ വേരിയബിൾ ഈക്വൽ ടു റിക്വയർ expres. ഇതെന്താണെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയില്ല. ഇത് പുതിയ സാധനമാണ്, നിങ്ങൾ കണ്ടിട്ടില്ല. അയ്യോ, ഞാനിത് കണ്ടിട്ടില്ലല്ലോ. അപ്പം ഇതെന്താണെന്ന് പറയുന്നതിന് മുമ്പായിട്ട് നമുക്ക് എക്സ്പ്രസ് എന്താണെന്ന് നോക്കാം. ഈ എക്സ്പ്രസ് എന്ന് പറയുന്നത് Node.jsൻ്റെ ഒരു വെബ് ആപ്ലിക്കേഷൻ ഫ്രെയിംവർക്കാണ്. അതായത് നമ്മുടെ ഈ നോഡിനകത്ത് വേണ്ട ഒരു വെബ് ആപ്ലിക്കേഷൻ ഫ്രെയിംവർക്കാണ്. എക്സ്പ്രസിനകത്ത് നമുക്ക് വരുന്നത് പറഞ്ഞാൽ ബാക്ക് ആൻഡ് ആപ്ലിക്കേഷൻ ഫ്രെയിംവർക്ക് ബിൽഡ് ചെയ്യാനുള്ളൊരു ഫ്രെയിംവർക്കാണ്. പിന്നെ ഇതിനകത്ത് റെസ്റ്റ്ഫുൾ APIs Node.jsനകത്ത് വേണ്ടി നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ഒരു ഫ്രീ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. MIT ലൈസൻസ് ഉള്ളൊരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. അപ്പം ഞാൻ ജസ്റ്റ് ഈ ഒരു ഫ്രെയിംവർക്ക് ഉപയോഗിച്ചാണ് ഞാൻ ഈ പ്രൊജക്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ ഇവിടെ ഒരു സാധനം ഞാൻ എഴുതിയിട്ടുണ്ട്, വാർ എക്സ്പ്രസ് ഈക്വൽ ടു റിക്വയർ എക്സ്പ്രസ്. പക്ഷേ ഇത് വർക്കാവില്ല. കാരണം വെച്ചാൽ എനിക്ക് ഈ പാക്കേജ് എനിക്ക് ഇൻസ്റ്റാൾ ആക്കിയാൽ മാത്രമേ ഉള്ളൂ എൻ്റെ കോഡ് വർക്കാവുള്ളൂ. അതിനുവേണ്ടി ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ ടെർമിനലിൽ ഞാൻ ക്ലിയർ ചെയ്യാൻ പോകും. ക്ലിയർ എന്ന് പറഞ്ഞ കമാൻഡ് കൊടുത്തിട്ട് CLEAR ക്ലിയർ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഈ ഒരു കമാൻഡ് ടെർമിനൽ ക്ലിയർ ആവും. എൻ്റെ ടെർമിനൽ ക്ലിയറായി. ഞാൻ ഇതിനകത്ത് കൊടുക്കാൻ പോകുന്നത് പറഞ്ഞാൽ NPM, അതായത് ഞാൻ നോഡ് ഓണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഓൾറെഡി. NPM വെച്ചിട്ടാണ് നമ്മൾ ഈ പാക്കേജസ് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ NPM ഇൻസ്റ്റാൾ എന്നുള്ള കമാൻഡ്. നമുക്കൊരു പുറത്തുനിന്ന് ഒരു എക്സ്റ്റേണൽ പാക്കേജ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ കമാൻഡ് വെച്ചാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ ആദ്യം കൊടുത്ത് NPM ഇൻസ്റ്റാൾ നമ്മുടെ പാക്കേജിനെ. അതാണ് എൻ്റെ ആ ഒരു ആർക്കിടെക്ചർ. അങ്ങനെയാണ് NPM ഇൻസ്റ്റാൾ നമ്മുടെ പാക്കേജ്. ഞാൻ എക്സ്പ്രസ് എന്ന് പറഞ്ഞ പാക്കേജാണ് NPM ഇൻസ്റ്റാൾ എക്സ്പ്രസ് കൊടുത്തു. നെറ്റ് ആവശ്യമാണ് കേട്ടോ. നമ്മൾ നെറ്റ് കണക്ട് ചെയ്തിരിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ അറിയാം, നമ്മുടെ കൂടുതൽ നമ്മൾ പറയാത്തൊരു സാധനം ഇവിടെ വന്നിട്ടുണ്ട്, പാക്കേജ് log.js ആൻഡ് നോഡ് മൊഡ്യൂൾസ്. നോഡ് മൊഡ്യൂൾസ് എന്ന് പറഞ്ഞാൽ ഈ ഫോൾഡറിൽ നമ്മളൊന്നും ചെയ്യാൻ പാടില്ല. പിന്നെ പാക്കേജ് log.js ഈ ഒരു ഫോൾഡറിൽ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു എഡിറ്റ് വരുത്താൻ പാടില്ല. ഇത് നമ്മുടെ പാക്കേജുകൾ മാനേജ് ചെയ്യുമ്പോൾ തന്നെ ഹാൻഡിൽ ആകുന്ന കുറേ ഫോൾഡേഴ്സാണ്. ഞാൻ ഇതിനെപ്പറ്റി ഒരു ബ്രീഫായിട്ട് പറയാം. നോഡ് മൊഡ്യൂൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഓരോ പാക്കേജുകളും, അതായത് എക്സ്പ്രസ് ഇപ്പം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് ഈ എക്സ്പ്രസ്സിന് വേണ്ട എല്ലാ സപ്പോർട്ട് ഫയലുകളും വന്ന് ഇൻസ്റ്റാൾ ആകുന്ന ഡൗൺലോഡ് ആകുന്ന ലൊക്കേഷനാണ് നോഡ് മൊഡ്യൂൾസ്. പിന്നെ ഉള്ളത് പാക്കേജ് log.js ആണ്. ഇതിനകത്ത് നമ്മുടെ ഈ ഒരു പാക്കേജുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും ഉള്ളത്. എന്താ വേർഷൻ നോഡ് മൊഡ്യൂൾസ് ഏതൊക്കെ വേർഷനാണെന്നും അങ്ങനെ കുറേ കാര്യങ്ങളിനകത്ത് എല്ലാം എഴുതിയിട്ട് കാണും നോഡ് മൊഡ്യൂൾസിനകത്ത്. അപ്പം ഞാൻ package.js എടുത്ത് കഴിഞ്ഞാൽ അറിയാം, ഡിപ്പെൻഡൻസീസ് എന്ന് പറയുന്നൊരു ഒബ്ജക്റ്റ് ഉണ്ട് ഇതിനകത്ത്. ഈ ഒബ്ജക്റ്റിനകത്തും അറിയാം എന്താണെന്ന് ഞാൻ പറഞ്ഞോളാം. അത് നമുക്ക്
നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാം. അതിന് മുമ്പായിട്ട് ഡിപ്പെൻഡൻസീസ് എന്ന് പറഞ്ഞ ഈ ഒരു ഒബ്ജക്റ്റിനകത്ത് എക്സ്പ്രസ് എന്ന് പറഞ്ഞ ഈ ഒരു സാധനത്തിൻ്റെ വേർഷൻ കൊടുത്തിട്ടുണ്ട്. 4.21.2 എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ അറിയാം. ഇനി ഞാൻ റെക്യൂർ എന്ന് പറഞ്ഞ ഈ ഒരു കമാൻഡിനെ പറ്റി പറയാം. ഞാനൊരു വേരിയബിൾ ആണ് ഡിക്ലെയർ ചെയ്യുന്നത്, സംതിങ് വേരിയബിൾ. ഒരു വേരിയബിൾ എന്ന് പറഞ്ഞാൽ സംതിങ് സ്റ്റോർ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളൊരു സാധനം. അതായത് ഞാനൊരു സാധനത്തിൻ്റെ പേര് ഇട്ടു. ഇപ്പം എൻ്റെ പേര് പറയുകയാണ് അജോമോ എന്ന് പറഞ്ഞാൽ എൻ്റെ പേര് ഡിക്ലെയർ ചെയ്യുന്ന പറഞ്ഞല്ലോ വാർ ഒരു വേരിയബിൾ ആണ് ഈ എക്സ്പ്രസ് എന്ന് പറഞ്ഞ രീതി. ഞാൻ പറഞ്ഞു എക്സ്പ്രസ് ഈക്വൽ ടു റെക്യൂർ. റെക്യൂർ എന്ന് പറഞ്ഞ കമാൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് സംതിങ് ഒന്ന് എക്സ്പോർട്ട് ചെയ്യണം എന്ന് പറയാനായിട്ടാണ്. ഇപ്പം റെക്യൂർ ഞാനൊരു അതിൻ്റെ ഫംഗ്ഷൻ ബ്രാക്കറ്റിനകത്ത് ഒരു പാക്കേജിനും അല്ലെങ്കിൽ സംതിങ് പാസ് ആക്കി കഴിഞ്ഞാൽ ചെക്ക് ചെയ്യുന്ന ഈ പാക്കേജ് ഡോട്ട് ജെഎസിൻ്റെ അകത്ത് ഡിപ്പെൻഡൻസീസ് എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിനകത്ത് ഈ ഒരു സെയിം, അതായത് നമ്മളിവിടെ പാസ് ചെയ്ത് ഈ സാധനം ഉണ്ടോയെന്നാണ്. അപ്പം ഇവിടെ ഉണ്ട്. ഇപ്പം ഇവിടെ എങ്ങനെയാണ് പാസ് ചെയ്തേക്കുന്നത്? റെക്യൂർ എക്സ്പ്രസ് എന്ന് ഞാൻ ബ്രാക്കറ്റ് പാസ് ചെയ്തിട്ടുണ്ട്. ഫംഗ്ഷൻ ആർഗ്യുമെൻ്റ് ആയിട്ട് ഞാൻ എക്സ്പ്രസ് എന്ന് പറഞ്ഞ ഈ ഒരു വേരിയബിൾ പാസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെ ഈ എക്സ്പ്രസ് എന്ന് പറയുന്ന ഈ ഒരു വേരിയബിൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ എടുക്കും. അത് ഈ ഒരു സാധനം റെക്യൂർ എക്സ്പ്രസ്സിൽ എടുക്കുക. ഇപ്പം ഞാൻ ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ആയിരിക്കും ജനറേറ്റ് ചെയ്യാം. ഇപ്പം ഞാൻ ഈ ഒരു പ്രൊജക്റ്റ് ഞാൻ റൺ ചെയ്തു. അപ്പം ഈ ഒരു ഫയൽ ഞാൻ ഒന്നും വേറെ ഒന്നും ചെയ്തിട്ടില്ല. വാർ എക്സ്പ്രസ് ഈക്വൽ ടു റെക്യൂർ എക്സ്പ്രസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു ഫയൽ റൺ ചെയ്യുമ്പോൾ ഈ ഫയൽ റൺ ചെയ്തോ ഇല്ലോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു ജസ്റ്റ് ഒരു കമാൻഡ് അടിക്കുകയാണ്. കൺസോൾ ഡോട്ട് ലോഗ് ചുമ്മാ ലോഗ് അടിക്കുക. കാരണം വെച്ചാൽ നമ്മുടെ ടെർമിനലിൽ നമ്മൾ റൺ ആണെന്ന് അറിയണമല്ലോ. ലോഗ് പ്രോജക്റ്റ് ഞാൻ സേവ് ചെയ്തു. ഇനി നമുക്ക് ഈ പ്രോജക്റ്റ് റൺ ചെയ്യാം. അതിന് മുമ്പായിട്ട് ഞാൻ ടെർമിനൽ ക്ലിയർ ചെയ്യുന്ന കാര്യം പറയാണ്. നിങ്ങൾക്ക് കുറച്ചുകൂടെ വിസിബിലിറ്റിക്ക് വേണ്ടിയാണ് ഞാൻ ക്ലിയർ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ പ്രൊജക്റ്റ് റൺ ചെയ്യാൻ പോവാം. പ്രൊജക്റ്റ് റൺ ചെയ്യണം എൻ്റെ കമാൻഡ് എന്ന് പറഞ്ഞാൽ നോഡിലാണ് ഞാൻ റൺ ചെയ്യാൻ പോകുന്നത്. നോഡ് എൻ്റെ ഫയൽ നെയിം, എൻ്റെ ഫയൽ എന്താ ഇൻഡെക്സ് ആണ്. ഇൻഡെക്സ് ഡോട്ട് ജെ എസ് എൻ്റെ ഫയൽ നെയിം. ഡോട്ട് ജെ എസ് പറയേണ്ട ആവശ്യമില്ല, എക്സ്റ്റൻഷൻ പറയേണ്ട ആവശ്യമില്ല. ഞാനിപ്പം നോഡ് ഇൻഡെക്സ് റൺ ചെയ്ത് കഴിഞ്ഞാൽ പ്രോഡക്റ്റ് എൻ്റെ ആ ഒരു കമാൻഡ് ഉണ്ടല്ലോ, അതായത് ഞാനവിടെ കൊടുത്തിരുന്ന പ്രൊജക്ട് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞ കമാൻഡ് വർക്കായി. അതായത് ഈ ഒരു ഫയൽ ഡീബഗ് ആയി അല്ലെങ്കിൽ ഈ ഒരു ഫയൽ റൺ ആയെന്നാണ് അർത്ഥം. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നു പറഞ്ഞാൽ ഞാനിപ്പോൾ ഓൾറെഡി എക്സ്പ്രസ്സിനെ എടുത്ത് വെച്ചിട്ടുണ്ട്. എക്സ്പ്രസ് ഒരു വേരിയബിളിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്നു. എക്സ്പ്രസ് എന്ന് പറഞ്ഞ വേരിയബിൾ ഞാനിപ്പോൾ ചുമ്മാ ഒരു കോൺസ്റ്റന്റ് വേരിയബിളാണ് ചെയ്യാൻ പോകുന്നത്. ഞാനൊരു കോൺസ്റ്റ് വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ആപ്പ് എന്നുള്ള പേരിലാണ് എടുക്കാൻ പോകുന്നത്. ആപ്പ് ഈക്വൽ ടു. ഇനി ഞാൻ ഈ എക്സ്പ്രസ്സിന് തന്നെ എക്സ്പ്രസ് എന്ന് പറഞ്ഞ ഈ വേരിയബിളിനെ ഞാനൊരു ഫംഗ്ഷനായിട്ട് എക്സ്പോർട്ട് ചെയ്തു. അതായത് എക്സ്പ്രസിൻ്റെ എല്ലാ ഫംഗ്ഷനാലിറ്റിയും ഞാൻ ഇതിലേക്ക് എടുത്തു. ഈ ആപ്പ് എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് എടുത്തു. ആപ്പ് എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് ഞാൻ എടുക്കുക ചെയ്തേക്കുന്നത്. ആപ്പ് ഈക്വൽ ടു എക്സ്പ്രസ്. ഞാൻ ഈ എക്സ്പ്രസിൻ്റെ എല്ലാ ഫംഗ്ഷൻസിനെയും ഞാൻ ആപ്പ് എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് എക്സ്പോർട്ട് ചെയ്തു. ഇനി എനിക്ക് എന്ത് ചെയ്താൽ മതി? ഇനി എക്സ്പ്രസിനെ എനിക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ ആപ്പ് എന്ന് പറഞ്ഞ വേരിയബിളിൽ കൊടുത്താൽ മതി, എനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഇപ്പം ഇവിടെ ഒരു ചെറിയ കാര്യം ശ്രദ്ധിച്ചറിയാൻ പറ്റും. നമ്മുടെ ഈ പ്രൊജക്റ്റ് റണ്ണാക്കി ഇപ്പം ഈ നോഡ് ഇൻഡെക്സ് എന്ന് പറഞ്ഞ കമാൻഡ് കൊടുത്തപ്പം നമ്മുടെ ഈ ഒരു ഫയൽ റണ്ണായിട്ട് നമ്മൾ ടെർമിനൽ എക്സിറ്റ് ആയിപ്പോയി. ഇതുണ്ടോ? നോഡ് ഇൻഡെക്സിൻ്റെ കമാൻഡ് കൊടുത്തു. പ്രൊജക്ട് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞ ഒരു കമാൻഡ് പ്രോംപ്റ്റ് അല്ലെങ്കിൽ കൺസോൾ ലോഗ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ ഈ ടെർമിനൽ എക്സിറ്റ് ആയി. പിന്നെ ടെർമിനൽ പഴയ പൊസിഷനിലേക്ക് തിരിച്ചു പോയിരിക്കുക. നമ്മുടെ പാത്ത് കാണിച്ച് നിൽക്കുക. പക്ഷേ എൻ്റെ പ്രൊജക്റ്റ് റണ്ണായി, അത് ടെർമിനേറ്റ് ആയിപ്പോയി. പക്ഷെ നമ്മുടെ ഈ ബാക്ക് എൻഡ് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പോർട്ടിലേക്ക് എപ്പോഴും ലിസൺ ചെയ്തുകൊണ്ടിരിക്കണം. അതായത് ഒരു പോർട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് ഡേറ്റ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട്, ഡേറ്റ പുറത്തേക്ക് കൊടുക്കാനായിട്ട് ഒരു പ്രൊജക്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പോർട്ട് വേണം. അപ്പോൾ ഞാനൊരു പോർട്ടിൻ്റെ കാര്യം പറയാം. പോർട്ടിൻ്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഡേറ്റ ഇന്നും ഔട്ടും ചെയ്യേണ്ട ഒരു വിൻഡോ. അതായത് ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ എൻ്റെ വീട്ടിലൊരു 40 വിൻഡോ ഉണ്ട്. 40 വിൻഡോയിൽ ഒരു വിൻഡോ തുറന്ന് കൊടുത്താൽ മാത്രമേ എനിക്ക് ഡേറ്റ അല്ലെങ്കിൽ എനിക്ക് സാധനം പുറത്തേക്കോ അകത്തേക്കോ കൊടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരു ഡോറുണ്ട്, എനിക്ക് പുറത്തേക്ക് അകത്തേക്കും കയറണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു സ്പെസിഫിക് ഡോർ തുറക്കണം. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റിന് വേണ്ടി ഞാൻ ഡോർ തുറക്കാൻ പോവാം. ഞാൻ ആ ഡോർ തുറക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പോർട്ടാണ് ഞാനവിടെ തുറക്കാൻ പോകുന്നത്. അപ്പോൾ ആ പോർട്ടിനെ ഞാനൊരു ഡിക്ലെയർ ചെയ്യുമ്പോൾ വാർ പോർട്ട് ഈക്വൽ ടു ഒരു 5000 എന്ന് പറഞ്ഞ പോർട്ട് ഞാൻ ഡിക്ലെയർ ചെയ്തു. നിങ്ങൾക്ക് 4000 4500 കൊടുക്കാം. ഞാൻ 5000 കൊടുത്തു. അപ്പോൾ പോർട്ട് ഡിക്ലെയർ ചെയ്തു. ഞാൻ ഇനി ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞാൽ പോർട്ടിന് ഞാൻ ആക്സസ് ചെയ്യാൻ പോവാം. ഡോട്ട് ലിസൺ എന്ന് പറഞ്ഞൊരു കമാൻഡ് ഉണ്ട്. ലിസൺ നമ്മുടെ പോർട്ടിനെ ഉണ്ടോ ഇവിടെ എന്താ അടിച്ചാൽ യൂസ് ഓൾറെഡി യൂസ്, അതായത് 5000 എന്ന് പറഞ്ഞ പോർട്ട് ഓൾറെഡി യൂസ്ഡാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു? 5500 കൊടുത്തു. കാരണം 5000 എന്ന് പറയുന്നത് നമ്മുടെ ഏതോ ഒരു
ഇതേ വേണ്ടി, അതായത് ഏതോ ഒരു നമ്മുടെ ഇൻറ്റേർണൽ ഫംഗ്ഷനാലിറ്റിക്ക് വേണ്ടി യൂസ് ചെയ്തേക്കുമായിരുന്നു. ഞാനിവിടെ കൊടുത്തപ്പോഴത്തേക്കും സംഭവിച്ചു. ഇപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ ഒന്നും ഞാൻ കാണിച്ചിട്ടത്, ഞാൻ ക്ലിയർ ചെയ്ത് കാണിക്കാം. ഈ പോർട്ട് ഓൾറെഡി ഇൻ യൂസ് എന്ന് പറഞ്ഞ് വന്നിട്ടാണെങ്കിൽ ജസ്റ്റ് പോർട്ട് മാത്രം ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഇവിടെ നോക്കണം, ഞാനിപ്പം കൊടുക്കാൻ പോകുന്ന നോഡ് ആപ്പ് എന്ന് പറയുന്ന ഈ ഒരു കമാൻഡിനകത്ത് നോഡ് ആപ്പിൽ നോഡ് ഇൻഡെക്സ് നോഡ് ഇൻഡെക്സ് എന്ന് പറഞ്ഞ കമാൻഡ് കൊടുത്തപ്പോൾ പ്രൊജക്ട് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടോ. കുറച്ച് മുമ്പേ നമ്മൾ ചെയ്തപ്പോൾ ഇങ്ങനെ അല്ലായിരുന്നു വന്നത്. ഈ പ്രൊജക്ട് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞ കമാൻഡ് വന്നു കഴിഞ്ഞ് നമ്മുടെ ഈ ഒരു ടെർമിനൽ, അതായത് ഈ ഒരു പാത്ത് പിന്നെയും കയറി, അതായത് ഈ ഫയൽ റൺ ചെയ്തിട്ട് ഫയൽ എക്സിറ്റ് ആയിപ്പോയി. ഇപ്പോഴത്തെ കേസിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ പോർട്ട് 5500 ഓപ്പൺ ചെയ്തിട്ട് അവിടെ ഡേറ്റയ്ക്ക് വേണ്ടി ഡേറ്റ കൊടുക്കാനും വാങ്ങാൻ വേണ്ടി ലിസൺ ചെയ്തിട്ടേക്കുക. അതായത് ഇപ്പോൾ ഒരു ഡോർ ഞാൻ തുറന്നിട്ടേക്കുക. ഈ ഡോറിൽ കൂടെ നമ്മുടെ ഈ പ്രൊജക്റ്റിലേക്ക് വേണ്ട ഡേറ്റ ഇൻസേർട്ട് ചെയ്യാം, നമുക്ക് വേണ്ട ഡേറ്റ ഔട്ട്പുട്ട് ചെയ്യാം, ഈ വക എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു പോർട്ട് ഓപ്പൺ ചെയ്തിട്ടു. ഇനി അടുത്ത് ഞാൻ ചെയ്യാൻ പോകുന്നു പറഞ്ഞാൽ, നമുക്ക് നിങ്ങൾ APIs എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. API, ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇൻ്റർഫേസ്. അതായത് ഒരു ഫ്രണ്ട് എൻഡ്, ഒരു ബാക്ക് എൻഡ്. ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡ് എന്ന് പറയേണ്ട ആവശ്യമില്ലായിരിക്കില്ല. ഫ്രണ്ട് എൻഡ് എന്ന് പറയുന്നത് നമ്മൾ കാണാൻ പോകുന്ന യൂസർ കാണുന്ന ഇൻ്റർഫേസ്. അതായത് ഇൻസ്റ്റാഗ്രാമൊക്കെ നമുക്ക് വരുന്നത് ഫ്രണ്ട് എൻഡ്, അത് ആപ്ലിക്കേഷൻ മൊബൈൽ ആപ്പൊക്കെ വരുന്ന ഫ്രണ്ട് എൻഡ് ആണ്, അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് വരുന്ന ഫ്രണ്ട് എൻഡ് ആണ്. ഈ ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് APIs. ഇത്രയും ബേസിക്കായിട്ട് പറയേണ്ട ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞു പോവാണ്. APIs ആണിത്. അപ്പം ഈ APIs നമ്മളാണ് എഴുതുന്നത്, ബാക്ക് എൻഡിലാണ് APIs ആഡ് ചെയ്യുന്നത്. അപ്പം API വഴിയാണ് നമ്മളൊരു കറസ്പോണ്ടിങ് എന്തെങ്കിലും ഒരു ആക്ഷൻ നടത്തുന്നത്. അപ്പം ഞാൻ സിമ്പിളായിട്ടൊരു API എന്താണെന്ന് പറയാം. അപ്പം API എന്താണെന്ന് പറയുന്നതിനപ്പുറം ഞാൻ രണ്ട് കാര്യം പറയണം. എന്താണ് API മെത്തേഡ്സ് എന്ന് പറയണം, മൂന്നാമതായിട്ട് API ടൈപ്പും പറയണം, രണ്ടാമതായിട്ട് API ടൈപ്പും പറയണം. API മെത്തേഡ്സ്. അപ്പം API മെത്തേഡ്സ് നമുക്കിപ്പം കുറേ മെത്തേഡ്സ് ഉണ്ട്. ഗെറ്റ് ഉണ്ട്, പോസ്റ്റ് ഉണ്ട്, പുട്ട് ഉണ്ട്, പാച്ച് ഉണ്ട്, ഡിലീറ്റ് ഉണ്ട്, ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അപ്പം നമുക്ക് ഇതിനകത്ത് അതൊന്നും വേണ്ട, നമുക്ക് രണ്ട് സാധനം മതി. ഗെറ്റ് മതി. ഗെറ്റ് ഉണ്ട്. പിന്നെ നമുക്ക് ആദ്യം ഗെറ്റിനെ കുറിച്ച് പഠിക്കാം. ഗെറ്റ് എന്ന് പറഞ്ഞാൽ സംതിങ് ഗെറ്റ് ചെയ്യാനുള്ള ഒരു API ആണ്, അല്ലെങ്കിൽ ഒരു സംതിങ് ഡേറ്റ നമ്മൾ ബാക്ക് എൻഡിൽ നിന്ന് ഫ്രണ്ട് എൻഡിലേക്ക് കൊടുക്കുന്നു. ഓക്കെ, സംതിങ് ഡേറ്റ ബാക്ക് എൻഡിൽ നിന്ന് ഫ്രണ്ട് എൻഡിലേക്ക് കൊടുക്കുന്നു. അപ്പം സംതിങ് കണ്ടീഷനെ വെച്ചാകാൻ കൊടുക്കുന്നത്. അപ്പം ആ കണ്ടീഷൻ എവിടെ പാസ് ചെയ്യുന്നു എന്നുള്ളൊരു കുറേയും കൂടെ വരും. അപ്പം അത് നിങ്ങൾക്ക് ആദ്യമായിട്ട് കേൾക്കുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പം ഞാൻ അതെന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു വിടാം. അപ്പം ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ ഒരു API എഴുതാൻ പോവാം. അപ്പോൾ API എഴുതുന്നതിൻ്റെ ഫോർമാറ്റ് ഉണ്ട്. നമ്മുടെ എക്സ്പ്രസ് ആണല്ലോ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ആ എക്സ്പ്രസ് അതല്ലെങ്കിൽ ആപ്പ് ഡോട്ട് നമ്മുടെ APIയുടെ മെത്തേഡ് ഗെറ്റ് മെത്തേഡാണെന്ന് ഞാൻ പറഞ്ഞു. ഒരു ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ആപ്പ് ഡോട്ട് ഗെറ്റ്, ആപ്പിനകത്തുണ്ട് നമ്മുടെ എക്സ്പ്രസ് ഉണ്ട്, അതിനകത്ത് ഡോട്ട് ഗെറ്റ് ആണ് എൻ്റെ API എന്നുള്ള കാര്യം പറയുവാണെങ്കിൽ ആപ്പ് ഡോട്ട് ഗെറ്റ്. പിന്നെ ഞാൻ പറയേണ്ടത് എൻ്റെ APIയുടെ നെയിമാണ്. API നെയിം എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് വിത്ത് // ഈ സ്ലാഷ് വെച്ച് വേണം APIയുടെ നെയിം തുടങ്ങാനായിട്ട്. ഒരു പ്രൊജക്റ്റിനകത്ത് API നെയിം എപ്പോഴും യുണീക്ക് ആയിരിക്കണം. അതായത് സെയിം പേരിൽ 2 APIs വരാൻ പാടില്ല. അങ്ങനെ വന്നിട്ടുണ്ട് സിസ്റ്റത്തെ കൺഫ്യൂഷൻ വരും, ഏത് API ആണ് കോൾ ചെയ്യുന്നുള്ള കാര്യം. അപ്പം API യുണീക്ക് ആയിരിക്കണം. പിന്നെ രണ്ടാമതായിട്ട് ശ്രദ്ധിക്കാനുള്ളത്, ഇത് ക്യാമൽ കേസിന് മാത്രമേ പാടുള്ളൂ. അതായത് API നെയിം കൊടുക്കുന്ന ഒരു സമയത്ത് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ തുടങ്ങുമോ, അല്ലെങ്കിൽ മൊത്തം രണ്ട് പേരുണ്ടെങ്കിൽ അത് രണ്ടാമത്തെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം ക്യാമൽ കേസിങ് ആക്കുകയോ ചെയ്യാം. പിന്നെ സ്പേസസ് യൂസ് ചെയ്യാൻ പാടില്ല. അപ്പം ഒരു ഉദാഹരണത്തിന് എനിക്ക് ടെസ്റ്റ് API എന്നാണ് കൊടുക്കുന്നത്, ടെസ്റ്റ്/API. നെക്സ്റ്റ് വേർഡ് ഞാൻ സ്ലാഷ് ഇട്ടാണ് കൊടുത്തത്. അതായത് ടെക്സ്റ്റ് സ്പേസ് API എന്ന് പറയാൻ ഞാൻ /ടെസ്റ്റ്/API എന്ന് കൊടുത്തു. ഇനി ഇത് എന്ത് ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ എന്ന് പറയണം. അതിന് പറയുന്നതിന് മുമ്പായിട്ട് അസിൻക്രണസ് ഫംഗ്ഷൻ ഉണ്ട്, സിൻക്രണസ് ഫംഗ്ഷൻ ഉണ്ട്, അസിൻക്രണസ് ഫംഗ്ഷൻ ഉണ്ട്. സിൻക്രണസ് ഫംഗ്ഷൻ എന്ന് പറയാം, അസിൻക്രണസ് ഫംഗ്ഷൻ നമുക്ക് ഓൾറെഡി എല്ലാം അറിയായിരിക്കും. കാരണം ഇതൊക്കെ ഒരു ബേസിക് നമ്മളൊരു പ്രോഗ്രാമിംഗ് പഠിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് അറിയാൻ പറ്റുന്ന കാര്യമാണ് അസിൻക്രണസ് ഫംഗ്ഷൻ എന്ന്. ഈ അസിൻക്രണസ് ഫംഗ്ഷനെ നമുക്ക് രണ്ട് കാര്യം എക്സ്പോർട്ട് ചെയ്യുവാണ്. റിക്വസ്റ്റ് നമ്മൾ എക്സ്പോർട്ട് ചെയ്തു, റെസ്പോൺസ് നമ്മൾ എക്സ്പോർട്ട് ചെയ്തു. റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് വരുന്ന റിക്വസ്റ്റുകൾ, അതായത് നമ്മുടെ ഇങ്ങോട്ട് വരുന്ന റിക്വസ്റ്റിൻ്റെ ഡേറ്റ ആക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ റിക്വസ്റ്റിനെ എക്സ്പോർട്ട് ചെയ്ത്. റെസ്പോൺസിനെ നമ്മൾ അസിൻക്രണസ് ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ റെസ്പോൺസ്, അത് നമുക്ക് ഫ്രണ്ടിലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ട ഒരു എലമെൻ്റ് ആണ് റെസ്പോൺസ്. അതായത് എനിക്ക് ഇങ്ങോട്ടൊരു സാധനം കിട്ടി, എനിക്ക് കിട്ടി എന്ന് പറയണം, അല്ലെങ്കിൽ ഇന്ന ഡേറ്റ ആണെന്ന് പറയണം. അതിന് ഞാൻ റെസ്പോൺസിനെ യൂസ് ചെയ്യുക. അത് കഴിഞ്ഞ് ഞാൻ ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ API ജസ്റ്റ് എഴുതി. ഇതാണ് API സ്ട്രക്ചർ. ഇതാ ഇത്രേ ഉള്ളൂ നമ്മുടെ API. ഇനി ഇവിടെ നമുക്കിവിടെ console.log ആണെന്ന് പറഞ്ഞാൽ നമ്മുടെ ലോഗ് ഞാനിവിടെ ചുമ്മാ ഒരു API കോൾഡ് എന്ന് പറഞ്ഞ് ഞാൻ പറയുവാണ്. ഇതാണ് എൻ്റെ API.
ഇത്രേ ഉള്ളൂ, സിമ്പിളായിട്ട് ഞാൻ API എഴുതി ഉണ്ടോ, ടെക്സ്റ്റ് എന്നാണ് API. ഇനി API എങ്ങനെ കോൾ ചെയ്യുന്ന പറയാം. ഇപ്പം നമ്മുടെ പ്രൊജക്റ്റ് വർക്ക് ചെയ്യുന്ന പോർട്ട് ഏതാ, 5500 എന്ന് പറഞ്ഞ പോർട്ടാണ്. ഇപ്പം നമുക്ക് ഈ ഒരു പോർട്ടിൽ ഈ ഒരു API വിസിബിൾ ആയിരിക്കും. അങ്ങനെയാകുമ്പം എനിക്ക് നേരെ ക്രോം, അപ്പം ഗെറ്റ് API ആയതുകൊണ്ട് എനിക്ക് ക്രോം യൂസ് ചെയ്യാം. ക്രോമിനകത്ത് നമ്മൾ ഈ ഒരു പാത്തിൽ കൂടെ പറയുന്നതെല്ലാം ഗെറ്റായിട്ട് നമ്മുടെ സിസ്റ്റം റീഡ് ചെയ്യും. ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ നമ്മുടെ ഹോസ്റ്റാണ്. എൻ്റെ സിസ്റ്റത്തിൽ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് ലോക്കൽ ഹോസ്റ്റ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഈ ഒരു പോർട്ടിനെ. അപ്പം ഞാൻ ഈ ലോക്കൽ ഹോസ്റ്റ് ഐഡൻറ്റിഫൈ ആണ്. ലോക്കൽ ഹോസ്റ്റ് നമ്മുടെ പോർട്ടിനെ 5500 ടെസ്റ്റ് API. ഇതാണ് എൻ്റെ ടെസ്റ്റ് API. ഇത് ഞാൻ ചുമ്മാ ജസ്റ്റ് കോൾ ചെയ്തപ്പോൾ എന്ത് വന്നു, API കോൾഡ് എന്ന് പറഞ്ഞ് ഇവിടെ ഈ ഒരു API റിവോക്ക് ആയതുകൊണ്ടോ API കോൾ എന്ന് പറഞ്ഞ കയറി വന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു API കോൾ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് എൻ്റെ ഈ പോർട്ട് വഴി ലോക്കൽ ഹോസ്റ്റ് 5500/ടെസ്റ്റ് API എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഈ API കോളാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് എവിടെ നോക്കിയാലും കിട്ടും. ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഈ സ്റ്റാർട്ടിങ് സാധനങ്ങൾ നമ്മുടെ ChatGPT പോലുള്ള എല്ലാ പ്ലാറ്റ്ഫോമിലും അവൈലബിൾ ആണ് സിമ്പിളായിട്ട്. പക്ഷേ ഇത് എന്താണെന്നുള്ള കാര്യം പറഞ്ഞ് മനസ്സിലാക്കി പോയാലുള്ള മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളെപ്പറ്റി മനസ്സിലാവുള്ളൂ. ഞാനിവിടെ ടെസ്റ്റ് API എന്ന് പറഞ്ഞ സാധനം ഇവിടെ കൊടുത്തു, ജസ്റ്റ് കോഡ് ചെയ്തു. ഇപ്പം ഇവിടെ എന്ത് മനസ്സിലായി, ഇവിടെ ഇപ്പോൾ ലോഡിങ് കാണിക്കുന്നത്. അപ്പം ഈ ഒരു API കോൾ ചെയ്തോ ഇല്ലയോ എന്നുള്ള കാര്യം, അല്ലെങ്കിൽ ഇത് API വിളിച്ചോ കിട്ടിയോ എന്നുള്ള കാര്യം ആർക്കറിയില്ല, ഈ ഒരു ബ്രൗസറിന് അറിയില്ല. അപ്പോൾ ഇത് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എന്ത് ചെയ്യണം, റിട്ടേൺ കൊടുക്കണം. റിട്ടേൺ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വെച്ച് എക്സിറ്റ് ആയിക്കോളും. ഇപ്പോൾ ഓരോ തവണ നമ്മളിവിടെ ചേഞ്ച് വരുത്തുമ്പോൾ നമ്മുടെ ഈ നോഡ് ഇൻഡെക്സ് എന്ന് പറഞ്ഞ ഈ ഒരു കമാൻഡ് കൊടുത്ത് നമ്മൾ റൺ ചെയ്യണം. ഇതുകൊണ്ട് ഞാനിവിടെ ഓൾറെഡി ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്തു. റിഫ്രഷ് ചെയ്ത് API കോൾ വന്നു. റിട്ടേൺ, അതായത് നമ്മൾ റിട്ടേൺ ചെയ്യുമ്പോൾ എന്താ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ, റിട്ടേണിൻ്റെ അകത്ത് റെസ്പോൺസ് നമ്മൾ വയ്ക്കണം. അതായത് നമ്മൾ റെസ്പോൺസ്, അതായത് എനിക്ക് API വിളിച്ച് കിട്ടി എന്നുള്ള കാര്യം നമ്മൾ ഫ്രണ്ട് എൻഡിനെ അറിയിക്കണമല്ലോ. ഞാൻ റെസ്പോൺസ് ചെയ്തപ്പോൾ res.send എന്താ വിളിക്കേണ്ടത്, API കോൾഡ്. ഞാൻ ഈ ഒരു സാധനം റെസ്പോൺസ് അയക്കുവാണേ, എന്താ ഞാൻ ചോദിച്ചാൽ API കോൾഡ്. ഞാൻ പിന്നെ റൺ ചെയ്തു, ഇത് പിന്നെ ഞാൻ പോയി കോൾ ചെയ്തു. അപ്പം ഇവിടെ എന്തോന്നു, API കോൾഡ്. അതായത് ഞാൻ അവിടെ നിന്ന് വിളിച്ചിപ്പം കിട്ടി എന്നുള്ള കാര്യം. അപ്പോൾ ഈ ലോഡിങ് അവിടെ വന്നു. ഇപ്പോൾ ലോഡിങ് ഇല്ല, റെസ്പോൺസ് അയച്ചപ്പോൾ ലോഡിങ് അവിടെ വന്നു. ഇത്രയാണ് ഇന്നത്തെ വീഡിയോയ്ക്ക് പറയാനുള്ളത്. കാരണം ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ വന്നിട്ടുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു നമ്മുടെ ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് പോലൊരു ചെറിയൊരു ഷോപ്പിംഗ് വെബ്സൈറ്റ് എങ്ങനെ ചെയ്യാമെന്നുള്ളൊരു വെബ്സൈറ്റിന് ബാക്കെൻഡ് ചെയ്യാൻ എങ്ങനെയാണെന്നുള്ളതാണ് പറഞ്ഞു തരുന്നത്. അത് നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് എൻഡിലേക്ക് പോകാം. ഫ്രണ്ട് എൻഡ് നമുക്ക് പറഞ്ഞുതരാം. റിയാക്റ്റിലായിരിക്കും നമ്മൾ പോവുക, അല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷനായിട്ട് നമുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഫ്ലട്ടർ ആയിരിക്കും യൂസ് ചെയ്യാം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ജസ്റ്റ് ഈ ഒരു എന്താണ് ഈ ഒരു API എന്നുള്ള കാര്യം, ഇതിപ്പം എൻട്രി ലെവൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഈ വീഡിയോ കൊണ്ട് ഉപകാരമുള്ളൂ. അല്ലാതെ ഇപ്പോൾ അത്യാവശ്യം കോഡിംഗ് ലാംഗ്വേജ് അറിയാവുന്ന ഒരാളെ സംബന്ധിച്ച് ഈ ഒരു വീഡിയോയ്ക്ക് കാര്യമില്ല. നമ്മൾ അടുത്ത വീഡിയോ മുതൽ ഈ പ്രൊജക്റ്റിൻ്റെ എങ്ങനെയാണ് ഈ പ്രൊജക്റ്റിൻ്റെ ഇനിഷ്യലൈസേഷൻ നടത്തുക, ഡേറ്റാബേസ് എങ്ങനെ ഡിസൈൻ ചെയ്യും, അല്ലെങ്കിൽ ഡേറ്റാബേസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള കാര്യം മുഴുവൻ പറയും. നമ്മൾ ഡേറ്റാബേസ് ആയിട്ട് MongoDB ആണ് യൂസ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഈ